മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കമാകുന്നു. ശബരിമലയിൽ വൈകിട്ട് 5 മണിക്ക് PN മഹേഷ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. ശേഷം ആഴിയിൽ അഗ്നി പകരും. പുതിയ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരായ അരുൺകുമാർ നമ്പൂതിരിയും വാസുദേവൻ നമ്പൂതിരിയും ചുമതലയേൽക്കും. താഴമൺ മഠത്തിലെ പ്രത്യേക പരിശീലനത്തിന് ശേഷം എത്തുന്ന നിയുക്ത മേൽശാന്തിമാരെ തന്ത്രി കണ്ഠർ രാജീവരാണ് അഭിഷേകം ചെയ്യുന്നത്. ഉച്ചയ്ക്ക് 1 മണി മുതൽ പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടും. 30,000 പേരാണ് ഇന്ന് ദർശനം ബുക്ക് ചെയ്തിരിക്കുന്നത്. നാളെ വൃശ്ചിക പുലരിയിൽ 3-ന് നട തുറക്കും. കഴിഞ്ഞ വർഷത്തേതിലും വിപുലമായ സൗകര്യങ്ങളാണ് ഇത്തവണ ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്നത്. വണ്ടിപ്പെരിയാറിലും നിലയ്ക്കലിലും കൂടാതെ പമ്പയിലും പാർക്കിംഗ് അനുവദിച്ചിട്ടുണ്ട്. പമ്പയിൽ വലിയ വാഹനങ്ങൾക്ക് പാർക്കിംഗ് അനുവദിച്ചിട്ടില്ല. നിലയ്ക്കലിൽ കഴിഞ്ഞ മണ്ഡലകാലത്തേക്കാൾ 3000 വാഹനങ്ങൾ കൂടി പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി. സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകൾ 7 എണ്ണമാണ് പമ്പയിൽ തുറന്നിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചറിയൽ കാർഡ് മാത്രം മതി സ്പോട്ട് ബുക്കിംഗ് നടത്താൻ. വെർച്വൽ ക്യൂ വഴി തിരക്ക് നിയന്ത്രിക്കും. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേകം നടപ്പാതകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പമ്പയിലെ സ്ഥിരം നടപ്പന്തലുകളുടെയും താൽക്കാലിക പന്തലുകളുടെയും നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ പരാതികളെല്ലാം ഒഴിവാക്കി പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇത്തവണ 18ാം പടിയിലടക്കം നിയോഗിച്ചിരിക്കുന്നത്. 24 മണിക്കൂർ വൈദ്യസഹായത്തിനുള്ള സംവിധാനങ്ങളും ഫയർഫോഴ്സ് അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളും സുസജ്ജമായി. അയ്യപ്പ ഭക്തരെ KSRTC ബസ്സുകളിൽ നിർത്തിക്കൊണ്ടുപോകരുതെന്നതടക്കം ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തിലും നിരീക്ഷണത്തിലുമാണ് ഇത്തവണത്തെ ശബരിമല തീർത്ഥാടനം. മലയാളം ടെലിവിഷൻ, പത്തനംതിട്ട. Celebrate the moments of colors. KMT Silks, Perindalmanda, Kottakkal.